നിങ്ങളുടെ മകളുടെ വിദ്യാഭ്യാസത്തിനായി നിങ്ങൾ മതിയായ രീതിയിൽ പണം സേവ് ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ മകളുടെ ഭാവി ആവശ്യങ്ങൾക്കായി നിങ്ങൾ സാമ്പത്തികമായി തയ്യാറാണോ? ഈ ഒരു വീഡിയോ മുഴുവനായി കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ചോദ്യങ്ങളുടെ എല്ലാം ഉത്തരം മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് നമ്മൾ സുകന്യ സമൃദ്ധി യോജന അതുപോലെ തന്നെ ബാലികാ സമൃദ്ധി യോജന എന്നിങ്ങനെ രണ്ട് പദ്ധതികളെ കുറിച്ച് വളരെ വിശദമായി എക്സ്പ്ലെയിൻ ചെയ്യാൻ പോവുകയാണ്. ഞാൻ നിങ്ങളുടെ കരിഷ്മ. എല്ലാവർക്കും ബോസ്വാല മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിങ്ങൾക്ക് ഇതുപോലുള്ള നിരവധി ഇൻഫോർമേറ്റീവ് വീഡിയോസ് ഈ ഒരു ചാനലിലൂടെ കാണാൻ സാധിക്കും. നമുക്കിനി വീഡിയോയിലേക്ക് കടക്കാം. മാതാപിതാക്കൾ കഠിനമായി ജോലി ചെയ്യുന്നു, പണം സേവ് ചെയ്യുന്നു, സ്വർണം വാങ്ങുന്നു, ഇൻഷുറൻസ് എടുക്കുന്നു. എന്നാൽ പെൺകുട്ടികൾക്ക് വേണ്ടി മാത്രം രൂപീകരിച്ച രണ്ട് ശക്തമായ സർക്കാർ പദ്ധതികളെ കുറിച്ച് ഇപ്പോഴും പലർക്കും അറിയില്ല. ഞാൻ പറഞ്ഞു വരുന്നത് സുകന്യ സമൃദ്ധി യോജന അതുപോലെ തന്നെ ബാലികാ സമൃദ്ധി യോജന എന്നിങ്ങനെയുള്ള രണ്ട് പദ്ധതികളെ കുറിച്ചാണ്. പലരും ചിലപ്പോഴെങ്കിലും സുകന്യ സമൃദ്ധി യോജന എന്ന പദ്ധതിനെ കുറിച്ച് കേട്ടിട്ടുണ്ടാകും. പക്ഷേ ബാലികാ സമൃദ്ധി യോജന എന്ന പദ്ധതിനെ കുറിച്ച് ആരും തന്നെ കേട്ടിട്ട് പോലും ഉണ്ടാകില്ല. അപ്പോൾ ഇന്ന് ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ ഈ രണ്ട് പദ്ധതിയുടെയും ഗുണം എന്തൊക്കെയാണ്, ദോഷം എന്തൊക്കെയാണ്, ആർക്കൊക്കെയാണ് ബെനിഫിറ്റ്സ് ലഭിക്കുന്നത് എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ സാധിക്കും. ഈ വീഡിയോ മുഴുവനായി കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഏത് പദ്ധതി ആർക്കാണ് ബെനിഫിറ്റ്സ് നൽകുന്നത്, എത്രത്തോളം സാമ്പത്തിക ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നത്, യോഗ്യത, മാനദണ്ഡങ്ങൾ, ഗുണങ്ങൾ, ദോഷങ്ങൾ എന്നിങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇന്ന് നിങ്ങൾ എടുക്കുന്ന ഒരു ചെറിയ തീരുമാനം നാളെ നിങ്ങളുടെ മകളുടെ ഭാവി സുരക്ഷിതമാക്കാൻ സഹായിക്കുന്നു. ആദ്യം തന്നെ നമുക്ക് പെൺകുട്ടികളുടെ സേവിംഗ് പദ്ധതി എന്തുകൊണ്ടാണ് ഇമ്പോർട്ടന്റ് ആയി മാറുന്നതെന്ന് നോക്കാം. ഇന്ന് പല കുടുംബങ്ങളും സാമ്പത്തിക സമ്മർദ്ദം നേരിടുന്ന പ്രധാന കാര്യങ്ങൾ പെൺകുട്ടിയുടെ വിദ്യാഭ്യാസം, സ്കിൽ ഡെവലപ്മെന്റ്, വിവാഹ ചിലവ്, അതുപോലെ തന്നെ ഉന്നത പഠനത്തിനായുള്ള ചിലവ്. ഇത്തരത്തിലുണ്ടാകുന്ന സാമ്പത്തിക ബാധ്യത കുറയ്ക്കാനും പ്രോത്സാഹിപ്പിക്കാനും വേണ്ടിയാണ് ഇത്തരത്തിൽ സർക്കാർ പിന്തുണയോടുകൂടെയുള്ള സ്കീമുകൾ രൂപീകരിക്കപ്പെട്ടിരിക്കുന്നത്. ഇതിലൂടെ നമുക്ക് പെൺകുട്ടികൾക്ക് കൃത്യമായ വിദ്യാഭ്യാസം നൽകാൻ സാധിക്കും. പ്രായപൂർത്തിയാകുന്നതിന് മുൻപുള്ള പെൺകുട്ടികളുടെ വിവാഹം തടയാൻ സാധിക്കും. സാമ്പത്തിക സ്വാതന്ത്ര്യം നേടാനും സാധിക്കും. സ്ത്രീകൾക്ക് വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നിരവധി പദ്ധതികൾ നൽകിയിട്ടുണ്ടെങ്കിലും സുകന്യ സമൃദ്ധി യോജനയും അതുപോലെ തന്നെ ബാലിക സമൃദ്ധി യോജനയും വളരെ പ്രധാനപ്പെട്ട രണ്ട് പദ്ധതികളാണ്. ഇനി നമുക്ക് ഈ ഓരോ പദ്ധതികളും ഓരോന്നായി എടുത്ത് വിശകലനം ചെയ്യാം. ആദ്യം തന്നെ നമുക്ക് ബാലിക സമൃദ്ധി യോജന എന്ന പദ്ധതിനെ കുറിച്ച് പൂർണ്ണമായി മനസ്സിലാക്കാം. ബാലിക സമൃദ്ധി യോജന ഒരു സർക്കാർ ക്ഷേമ പദ്ധതിയാണ്. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ പെൺകുട്ടികളെ സംരക്ഷിക്കുക, അവർക്ക് വേണ്ട സഹായം നൽകുക എന്നതാണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാന ലക്ഷ്യമായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. ഇനി നമുക്ക് ഈ പദ്ധതിയുടെ മറ്റ് പ്രധാന ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. പെൺകുട്ടികളുടെ ജനനം പ്രോത്സാഹിപ്പിക്കൽ. ഒരുപക്ഷെ കേരളത്തിലിരുന്ന് കാണുന്ന നമുക്ക് ഇതൊരു വലിയ സംഭവമായി തോന്നില്ല. പക്ഷേ ഇന്ത്യയുടെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇപ്പോഴും പെൺകുട്ടികൾ ജനിക്കുന്നത് ഒരു തെറ്റായ കാര്യം അല്ലെങ്കിൽ ഒട്ടും സന്തോഷം നൽകാത്ത ഒരു കാര്യമായി കണക്കാക്കപ്പെടുന്നുണ്ട്. അത്തരം കുടുംബങ്ങളിൽ ഇത്തരത്തിലുള്ള ഒരു ബെനിഫിറ്റ് നൽകുകയാണെങ്കിൽ പെൺകുട്ടികൾ ജനിക്കുന്നത് ഒരു ബാധ്യതയായി കാണുന്നതിന്റെ അളവ് കുറയ്ക്കാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു പദ്ധതിയിലൂടെ ലക്ഷ്യമാക്കുന്നതും അത് തന്നെയാണ്, പെൺകുട്ടികളുടെ ജനനം പ്രോത്സാഹിപ്പിക്കൽ. രണ്ടാമത്തെ ലക്ഷ്യമാണ് വിദ്യാഭ്യാസ സഹായം. മൂന്നാമത്തെ കാര്യമാണ് സ്കൂൾ വിട്ടുപോകൽ കുറയ്ക്കൽ. നമുക്കറിയാം പലരും സ്കൂളിലേക്ക് പോകാറുണ്ടെങ്കിലും പല പെൺകുട്ടികൾക്കും അവരുടെ വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള കുടുംബങ്ങൾക്ക് സർക്കാരിന്റെ ഭാഗത്തു നിന്നും ഒരു സപ്പോർട്ട് ലഭിക്കുകയാണെങ്കിൽ അവരുടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും. മറ്റൊരു ലക്ഷ്യമായി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത് പ്രായപൂർത്തിയാകുന്നതിന് മുമ്പുള്ള പെൺകുട്ടികളുടെ വിവാഹം തടയൽ. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം പാതി വഴിയിൽ നിർത്തുകയാണെങ്കിൽ പിന്നെയുള്ള ഓപ്ഷൻ അവരെ വിവാഹം കഴിപ്പിച്ചയക്കുക എന്നതാണ്. അപ്പോൾ ഈ ഒരു പദ്ധതിയിലൂടെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിന് സഹായം നൽകുകയാണെങ്കിൽ ആ പെൺകുട്ടികൾ ഉന്നത വിദ്യാഭ്യാസം നേടുകയും അവർ അവരുടെ ജീവിത ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിലൂടെ പ്രായപൂർത്തിയാകുന്നതിന് മുൻപുള്ള വിവാഹം തടയാനും കുറയ്ക്കാനും നമുക്ക് സാധിക്കും. ഈ പദ്ധതി നടപ്പാക്കുന്നത് മിനിസ്ട്രി ഓഫ് വിമൻ ആൻഡ് ചൈൽഡ് ഡെവലപ്മെന്റ് വഴിയാണ്. ഇനി നമുക്ക് ഈ ഒരു പദ്ധതിയിലേക്കുള്ള യോഗ്യതാ നിബന്ധനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ബിലോ പോവർട്ടി ലൈൻ, BPL കുടുംബത്തിൽ ജനിച്ചവരായിരിക്കണം. 1997 ഓഗസ്റ്റ് 15 ശേഷം ജനിച്ചവരായിരിക്കണം. ഒരു കുടുംബത്തിൽ നിന്ന് പരമാവധി 2 പെൺകുട്ടികൾക്കാണ് ഈ ഒരു ബെനിഫിറ്റ്സ് നേടാൻ സാധിക്കുന്നത്. പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് ഇന്ത്യൻ പൗരത്വം ഉണ്ടായിരിക്കണം. BPL വിഭാഗത്തിൽ പെടാത്ത പെൺകുട്ടികൾക്ക് ഈ ഒരു ബെനിഫിറ്റ്സ് നേടാൻ സാധിക്കില്ല. അത്
പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഈ ഒരു പദ്ധതിയിലൂടെ എന്തൊക്കെ സാമ്പത്തിക ആനുകൂല്യങ്ങളാണ് ലഭിക്കുന്നതെന്ന് നോക്കാം. ഇതൊരു നേരിട്ടുള്ള സാമ്പത്തിക സഹായ പദ്ധതിയാണ്. ഇതിൽ നിക്ഷേപ വളർച്ച ഒന്നും തന്നെ ഇല്ല. പെൺകുട്ടി ജനിക്കുന്ന സമയത്ത് 500 രൂപ ലംസമായി ലഭിക്കുന്നു. ഇനി നമുക്ക് വാർഷിക വിദ്യാഭ്യാസ സ്കോളർഷിപ്പിലൂടെ എത്ര രൂപയാണ് ലഭിക്കുന്നതെന്ന് നോക്കാം. 1ാം ക്ലാസ് മുതൽ 3ാം ക്ലാസ് വരെ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് 300 രൂപ വീതമാണ് ലഭിക്കുന്നത്. 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് 500 രൂപയാണ് ലഭിക്കുന്നത്. 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടിക്ക് 600 രൂപയാണ് ലഭിക്കുന്നത്. 6ാം ക്ലാസ് മുതൽ 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് 700 രൂപ വീതമാണ് ലഭിക്കുന്നത്. 8ാം ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടിക്ക് 800 രൂപയാണ് ലഭിക്കുന്നത്. 9ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെ പഠിക്കുന്ന കുട്ടികൾക്ക് 1000 രൂപ വീതമാണ് ലഭിക്കുന്നത്. ടോട്ടൽ 3000 രൂപ മുതൽ 4000 രൂപ വരെ നേടാൻ സാധിക്കും. ഇനി നമുക്ക് പൂർണ്ണ ആനുകൂല്യങ്ങൾ ലഭിക്കാനുള്ള മാനദണ്ഡങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. സ്കൂളിൽ സ്ഥിരമായി പഠിക്കുന്നവർക്ക് മാത്രമാണ് പൂർണ്ണമായ ആനുകൂല്യങ്ങൾ നേടാൻ സാധിക്കുന്നത്. സ്ഥിരമായ ഹാജരും ആവശ്യമാണ്. 18 വയസ്സിന് മുൻപ് വിവാഹം കഴിക്കാൻ പാടില്ല. ഈ 3 മാനദണ്ഡങ്ങളും കൃത്യമായി പാലിച്ചില്ലെങ്കിൽ ഈ ഒരു ആനുകൂല്യം ലഭിക്കുകയില്ല. ഇനി നമുക്ക് ഈ ഒരു പണം എങ്ങനെയാണ് ലഭിക്കുന്നതെന്ന് നോക്കാം. ബാങ്കിലോ അല്ലെങ്കിൽ പോസ്റ്റ് ഓഫീസ് അക്കൗണ്ടിലോ ഇവർ നിക്ഷേപിക്കുന്നു. ആ ഒരു തുക നമുക്ക് എടുക്കാനും സാധിക്കും. പൂർണ്ണമായി 18 വയസ്സിന് ശേഷം മാത്രമേ നമുക്ക് മുഴുവൻ തുകയും പിൻവലിക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു പദ്ധതിയുടെ മെറിറ്റ്സും ഡീമെറിറ്റ്സും എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ ഒരു പദ്ധതിയുടെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ദരിദ്രമായി ജീവിക്കുന്ന കുടുംബങ്ങൾക്ക് സഹായം, വിദ്യാഭ്യാസം പ്രോത്സാഹിപ്പിക്കൽ, അതുപോലെ തന്നെ കല്യാണം വൈകിപ്പിക്കൽ, അതുപോലെ തന്നെ 18 വയസ്സിന് മുൻപുള്ള ചൈൽഡ് മാരേജ് നിർത്തലാക്കുക എന്നിവയൊക്കെയാണ് ഈ ഒരു പദ്ധതിയുടെ ബെനിഫിറ്റ്സ് ആയി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. ഏതൊരു പദ്ധതി എടുത്താലും ആ ഒരു പദ്ധതിക്ക് പോസിറ്റീവ് വശവും അതുപോലെ തന്നെ നെഗറ്റീവ് വശവും ഉണ്ടാകും. ഇനി നമുക്ക് ഈ ഒരു പദ്ധതിയുടെ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന ഒരു കാര്യമാണ് BPL കുടുംബങ്ങൾക്ക് മാത്രമാണ് ഈ ഒരു പദ്ധതിയിലൂടെ ബെനിഫിറ്റ്സ് ലഭിക്കുന്നത്. അപ്പോൾ അവിടെ ഒരു പരിമിതിയുണ്ട്. അത് നമുക്കൊരു ഡീമെറിറ്റായി പറയാൻ സാധിക്കും. രണ്ടാമത്തെ കാര്യമാണ് ഈ ഒരു പദ്ധതിയിലൂടെ ലഭിക്കുന്ന തുക വളരെ ചെറുതാണ്. അതും നമുക്ക് ഒരു ഡീമെറിറ്റായി പറയാൻ സാധിക്കും. മൂന്നാമത്തെ കാര്യമാണ് നിക്ഷേപ വളർച്ചയില്ല. നമ്മൾ അടുത്ത് സംസാരിക്കാൻ പോകുന്നത് സുകന്യ സമൃദ്ധി യോജനയാണ്. അതൊരു നിക്ഷേപ വളർച്ചയുള്ള പദ്ധതിയാണ്. അതെന്താണെന്ന് നമുക്ക് വിശദമായി സംസാരിക്കാം. പക്ഷെ ബാലികാ സമൃദ്ധി യോജന നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതിൽ നിക്ഷേപ വളർച്ചയില്ല. ഇത് മിഡിൽ ക്ലാസ് കുടുംബങ്ങൾക്ക് അനുയോജ്യമല്ല. ഇതൊരു സാമൂഹ്യ ക്ഷേമ പദ്ധതിയാണ്, സമ്പത്ത് സൃഷ്ടിക്കുന്ന പദ്ധതിയല്ല. അപ്പോൾ നിങ്ങൾക്ക് ബാലികാ സമൃദ്ധി യോജനയെ കുറിച്ച് പൂർണ്ണമായി മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനി നമുക്ക് രണ്ടാമത്തെ പദ്ധതിയായ സുകന്യ സമൃദ്ധി യോജന എന്താണെന്ന് നോക്കാം. സുകന്യ സമൃദ്ധി യോജന ഒരു ദീർഘകാല സേവിംഗ് അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റ് പദ്ധതിയാണ്. ഇത് ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ എന്ന പദ്ധതിയുടെ ഭാഗമായാണ് ആരംഭിച്ചത്. ഈ ഒരു പദ്ധതി എല്ലാ വരുമാന വിഭാഗങ്ങൾക്കും യോജിച്ചതാണ്. ഇത് സമ്പത്ത് സൃഷ്ടിക്കാനുള്ള ഒരു പദ്ധതിയായി നമുക്ക് കണക്കാക്കാം. സർക്കാർ പദ്ധതികളെ നമ്മൾ താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഉയർന്ന പലിശ ലഭിക്കുന്ന ഒരു പദ്ധതിയാണ് സുകന്യ സമൃദ്ധി യോജന. ഈ ഒരു പദ്ധതിയിൽ ചേരാൻ ആവശ്യമായ യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 10 വയസ്സിന് താഴെയുള്ള പെൺകുട്ടികൾക്കാണ് ഈ ഒരു പദ്ധതിയിൽ ജോയിൻ ചെയ്യാൻ സാധിക്കുന്നത്. മാതാപിതാക്കൾക്കോ നിയമപരമായ രക്ഷിതാക്കൾക്കോ ഈ ഒരു പദ്ധതിയിൽ അക്കൗണ്ട് തുറക്കാൻ സാധിക്കും. ഒരു കുടുംബത്തിൽ നിന്ന് പരമാവധി 2 പെൺകുട്ടികൾക്കാണ് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നത്. പിന്നെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഇന്ത്യൻ പൗരത്വം ഉണ്ടായിരിക്കണം. ഇനി നമുക്ക് എവിടെയാണ് സുകന്യ സമൃദ്ധി യോജനയ്ക്ക് ആവശ്യമായ അക്കൗണ്ട് തുറക്കാൻ സാധിക്കുന്നതെന്ന് നോക്കാം. പോസ്റ്റ് ഓഫീസിൽ നിന്നോ അല്ലെങ്കിൽ അംഗീകൃത ബാങ്കുകളിൽ നിന്നോ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. ഒരു പെൺകുട്ടിക്ക് ഒരു അക്കൗണ്ട് മാത്രമേ തുറക്കാൻ സാധിക്കുകയുള്ളൂ. ഇനി നമുക്ക് ഈ ഒരു പദ്ധതിയുടെ നിക്ഷേപ നിബന്ധനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒരു വർഷത്തിൽ ഏറ്റവും കുറഞ്ഞത് 250 രൂപയാണ് നമ്മൾ നിക്ഷേപിക്കേണ്ടത്. പരമാവധി ഒരു വർഷത്തിൽ 1.5 ലക്ഷം രൂപ വരെ നമുക്ക് നിക്ഷേപിക്കാൻ സാധിക്കും. 15 വർഷമാണ് നിക്ഷേപ കാലയളവ്. 21 വർഷം മെച്ചൂരിറ്റി പീരീഡ് ആണ്. ഒരു മാസത്തിലോ അല്ലെങ്കിൽ 3 മാസത്തിലോ അല്ലെങ്കിൽ വർഷത്തിലോ നിങ്ങൾക്ക് നിക്ഷേപിക്കാം. അത് എങ്ങനെ നിക്ഷേപിക്കണമെന്ന് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. പലിശ ആനുകൂല്യങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ FD, RD, PPF എന്നിവയെ വെച്ച് താരതമ്യം ചെയ്യുമ്പോൾ അതിനേക്കാൾ കൂടുതൽ പലിശ നമുക്ക് നേടാൻ സാധിക്കും. അതുപോലെ തന്നെ ഓരോ വർഷവും കോമ്പൗണ്ടിങ്ങും നടക്കുന്നുണ്ട്. ഒരു ഉദാഹരണത്തിലൂടെ നിങ്ങൾക്ക് ഞാൻ ലളിതമായി പറഞ്ഞു തരാം. നിങ്ങൾ വർഷത്തിൽ 1.5 ലക്ഷം രൂപ 15 വർഷത്തിൽ നിങ്ങൾ ഇത്തരത്തിൽ നിക്ഷേപിക്കുകയാണെങ്കിൽ ടോട്ടൽ നിങ്ങൾ നിക്ഷേപിച്ചത് 22.5 ലക്ഷം രൂപയാണ്. പക്ഷേ 21 വർഷം കഴിയുമ്പോൾ നിങ്ങൾക്ക് 60 ലക്ഷം രൂപ മുതൽ 70 ലക്ഷം രൂപ വരെ നേടാൻ സാധിക്കും. നികുതി ആനുകൂല്യങ്ങൾ നോക്കുകയാണെങ്കിൽ സെക്ഷൻ 80C പ്രകാരം ഡിഡക്ഷൻ നേടാൻ സാധിക്കും. നിങ്ങൾക്ക് ലഭിക്കുന്ന പലിശ ടാക്സ് ഫ്രീ ആണ്. അതുപോലെ തന്നെ മെച്ചൂരിറ്റി തുകയും ടാക്സ് ഫ്രീ ആണ്. ഇൻ കേസ് നിങ്ങൾക്ക് ആ ഒരു നീണ്ട കാലയളവിൽ മുഴുവൻ പണം നിക്ഷേപിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഭാഗിക കാലയളവിൽ നിങ്ങൾ പിൻവലിക്കുകയാണെങ്കിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം.
18 വയസ്സിന് ശേഷം നിങ്ങൾ എത്ര രൂപയാണ് നിക്ഷേപിച്ചത് ആ ഒരു തുകയുടെ 50% വരെ പിൻവലിക്കാൻ സാധിക്കും. വിദ്യാഭ്യാസ ആവശ്യത്തിന് വേണ്ടിയോ അല്ലെങ്കിൽ വിവാഹ ആവശ്യത്തിന് വേണ്ടിയോ നിങ്ങൾക്ക് ആ ഒരു തുക പിൻവലിക്കാവുന്നതാണ്. ഇൻ കേസ് നിങ്ങൾ പണം അടയ്ക്കാതെ പോയാൽ എന്താണ് സംഭവിക്കുന്നതെന്ന് നോക്കാം. നിങ്ങൾ പണം അടച്ചില്ലെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഇനാക്റ്റീവ് ആവുകയാണ് ചെയ്യുന്നത്. ചെറിയൊരു തുക പിഴയായി നൽകി നിങ്ങൾക്ക് വീണ്ടും ആക്റ്റീവ് ആക്കാനും സാധിക്കും. ഇനി നമുക്ക് ഈ ഒരു പദ്ധതിയുടെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഉയർന്ന വരുമാനം നേടാൻ സാധിക്കും, സർക്കാർ സുരക്ഷ നേടാൻ സാധിക്കും, അതുപോലെ തന്നെ നമുക്ക് ടാക്സ് ബെനിഫിറ്റും നേടാൻ സാധിക്കും. പെൺകുട്ടികളുടെ വിദ്യാഭ്യാസം, വിവാഹം എന്നിവ പോലുള്ള വലിയ കാര്യങ്ങൾക്ക് നമുക്ക് വലിയ തുകകൾ ആവശ്യമുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ ചെറിയ പ്രായത്തിൽ നമ്മൾ ഒരു നിക്ഷേപം കരുതി വെക്കുകയാണെങ്കിൽ അത് നമുക്ക് ഭാവിയിൽ യൂസ്ഫുൾ ആയിരിക്കും. ചെറിയ വരുമാനമുള്ള ഒരു കുടുംബമാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പദ്ധതിയിൽ ജോയിൻ ചെയ്യാം. ഞാൻ പറഞ്ഞു 250 രൂപ മുതൽ നിങ്ങൾക്ക് നിക്ഷേപം ആരംഭിക്കാവുന്നതാണ്. ഇനി നമുക്ക് ഈ ഒരു പദ്ധതിയുടെ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ദീർഘകാല ലോക്ക് ഇൻ പീരീഡ് ആണ് ഈ ഒരു പദ്ധതിയുടെ പ്രധാന ഡീമെറിറ്റ്സ് ആയി നമുക്ക് എടുത്തു പറയാൻ സാധിക്കുന്നത്. പിന്നെ രണ്ടാമത്തെ ഡീമെറിറ്റ്സ് നമ്മൾ പറയുകയാണെങ്കിൽ ഇത് പെൺകുട്ടിക്ക് വേണ്ടി മാത്രമുള്ള പദ്ധതിയാണ്. ആൺകുട്ടികൾക്ക് ഇതിൽ ജോയിൻ ചെയ്യാൻ സാധിക്കില്ല. അതും നമുക്കൊരു ഡീമെറിറ്റ്സ് ആയി പറയാൻ സാധിക്കും. മൂന്നാമത്തെ ഒരു കാര്യം നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രത്യേക സാഹചര്യത്തിൽ ഒഴികെ പ്രീ മെച്യൂർ ക്ലോഷർ ഇതിലില്ല. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ സുകന്യ സമൃദ്ധി യോജനയെ കുറിച്ചും ബാലികാ സമൃദ്ധി യോജനയെ കുറിച്ചും വളരെ വ്യക്തമായി വിശദീകരിച്ചു. എന്നിരുന്നാലും നമുക്ക് ചില പ്രധാന പോയിന്റ് ഒന്നുകൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. ബാലികാ സമൃദ്ധി യോജന BPL കുടുംബങ്ങൾക്ക് മാത്രമാണ് ലഭിക്കുന്നത്. സുകന്യ സമൃദ്ധി യോജന എല്ലാവർക്കും അപ്ലൈ ചെയ്യാൻ സാധിക്കും. ബാലികാ സമൃദ്ധി യോജന ഒരു ക്ഷേമ പദ്ധതിയാണ്. സുകന്യ സമൃദ്ധി യോജന ഒരു നിക്ഷേപ പദ്ധതിയാണ്. ബാലികാ സമൃദ്ധി യോജനയിലൂടെ ഒരു നിശ്ചിത സഹായം മാത്രമാണ് ലഭിക്കുന്നത്. പക്ഷേ സുകന്യ സമൃദ്ധി യോജനയിലൂടെ കോമ്പൗണ്ടിങ് റിട്ടേൺസ് നേടാൻ സാധിക്കും. ബാലികാ സമൃദ്ധി യോജന നമ്മൾ നോക്കുകയാണെങ്കിൽ അതിൽ നികുതി ആനുകൂല്യങ്ങൾ ഒന്നും ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ ദീർഘകാല സമ്പത്തും നേടാൻ സാധിക്കുന്നില്ല. പക്ഷേ സുകന്യ സമൃദ്ധി യോജന നോക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ ടാക്സ് ബെനിഫിറ്റ് ലഭിക്കുന്നു. അതുപോലെ തന്നെ ദീർഘകാല സമ്പത്തും നമുക്ക് നേടാൻ സാധിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ എന്താണ് സുകന്യ സമൃദ്ധി യോജന, എന്താണ് ബാലികാ സമൃദ്ധി യോജന എന്നീ രണ്ട് പദ്ധതികളെ കുറിച്ചും വളരെ വ്യക്തമായി മനസ്സിലായെന്ന് ഞാൻ കരുതുന്നു. ഇനിയും ഈ ഒരു ടോപ്പിക്കിനെ കുറിച്ച് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ താഴെ കമന്റ് ബോക്സിൽ പറയാൻ മറക്കണ്ട. നമുക്ക് അതൊക്കെ ക്ലിയർ ചെയ്യാം. അതുമല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച് കൂടുതലായി പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ആ ഒരു ടോപ്പിക്ക് മെൻഷൻ ചെയ്യൂ. നമുക്ക് അതിനെക്കുറിച്ചും വീഡിയോസ് ചെയ്യാം. നിങ്ങളുടെ എല്ലാ കമന്റും ഞാൻ കാണുന്നുണ്ട്. അത്തരത്തിൽ കണ്ട ഒരു കമന്റിനെ ആസ്പദമാക്കിയാണ് ഈ ഒരു വീഡിയോയും ചെയ്തിരിക്കുന്നത്. നിങ്ങൾക്കും ഇത് യൂസ്ഫുൾ ആയെന്ന് ഞാൻ കരുതുന്നു. അതുപോലെ തന്നെ ബോസ്വാല മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ബോസ്വാല, ബി ദ ബോസ്.